അംഗൻവാടി ടീച്ചർമാരെ സേവകരായി കാണരുതെന്നും അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നും അംഗൻവാടി ടീച്ചർമാരെ സർക്കാർ അവഗണിക്കുകയാണെന്നും എളമനം കരീം പറഞ്ഞു. അംഗൻവാടി ടീച്ചേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗൻവാടി ജീവനക്കാരെ സേവകരായി കാണരുതെന്നും അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നും അംഗൻവാടി ടീച്ചർമാരെ സർക്കാർ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇത് നിയമസഭാവേളയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും മുൻ മന്ത്രി എളമനം കരീം പറഞ്ഞു. നിങ്ങൾ ഈ വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്ന കാര്യം ഇപ്പോൾ തന്നെ അസംബ്ലിയിൽ പോയി മന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അടിയന്തരമായി നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ച് പരിഹാരമുണ്ടാക്കണമെന്ന് ഞങ്ങൾ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായ MLA-മാരും കൂടി ചേർത്ത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതാണ്. നിയമസഭാ ചർച്ചാവേദികളിലും ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ നടത്തിയ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗൻവാടി ജീവനക്കാരുടെ മിനിമം വേതനം 15,000 രൂപയാക്കുക, പെൻഷൻ പ്രായം ഉയർത്തുക, ക്ഷേമനിധി, പഞ്ചായത്ത് ഇൻസെന്റീവ് എന്നിവ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി ടീച്ചേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ധർണ നടത്തിയത്. നിരവധി വർഷങ്ങളായി നടത്തിവന്ന സമരത്തിന്റെ ഫലമായിട്ടാണ് സർക്കാർ അംഗൻവാടി ജീവനക്കാരുടെ വേതനം 5,000 രൂപയാക്കിയത്. എന്നാൽ ICDSന്റെ കീഴിലുള്ള അംഗൻവാടി ജീവനക്കാർ ചെയ്യുന്നത് സേവനമായി കണ്ട് വേതനം നൽകാതെ ഓണറേറിയമാണ് സർക്കാർ നൽകി വരുന്നത്. പക്ഷേ അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് നൽകുന്നതെന്നും അതിനനുസരിച്ചുള്ള വേതനം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നൂറുകണക്കിന് അംഗൻവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റ് മുൻപിൽ ധർണ നടത്തിയത്. യൂണിയൻ സ്റ്റേറ്റ് പ്രസിഡന്റ് KP മേരി, കാർത്തിയായനി എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.